പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ താമ്പിളർക്ക് കുറച്ച് ശാലീനത തോന്നുന്നു. ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ നമുക്കിനെ മാത്രം ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. എന്റെ പൊന്നു അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇനി ചെറിയൊരു IQ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് മോദിയാണ്. തനി രാവണൻ 10 തലയായവന്. നല്ല എരിവുണ്ട് കേട്ടോ. വലിക്കും തോറും ചെറുതാകുന്നത് എന്ത്? സിഗരറ്റ് ആണ്. എന്താ അതിന്റെ ആൻസർ? പുല്ല്. എന്താണിത്? ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡ് മിക്സിൽ നമ്മുടെ കൂടെ 3 സുന്ദരികളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വാഴ എന്ന് പറയുന്ന ഏറ്റവും പുതിയതായി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയിലെ 3 നായികമാർ, മലയാളത്തിലേക്ക് ചൂട് വെച്ചിരിക്കുന്ന 3 ഹീറോയിൻസ് ആണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. സോ ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം ശ്രുതി, മീനാക്ഷി ആൻഡ് സിയ. ഹലോ. 3 ആളെയും കാണാൻ ரொம்ப അഴകാ ഇருக்கு. ഞാൻ ശ്രുതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നിങ്ങൾ രണ്ടുപേരും ബിഗ് സ്ക്രീനിൽ മുഖം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ശ്രുതി ആദ്യമായിട്ടാണ്, എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മളെ മുഖം ഒരു തവണയെങ്കിലും ആ ബിഗ് സ്ക്രീനിൽ ഒന്ന് കാണുന്നത്. അത് ഉടൻ തന്നെ സത്യമാകാൻ പോവാണ്. പറയൂ, എക്സൈറ്റ്മെന്റ് കേൾക്കട്ടെ. നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാ ഇന്റർവ്യൂവിലും തന്നെ പറയുന്നത് നല്ല എക്സൈറ്റഡ് ആണ്. വെയിറ്റ് ചെയ്യാണ്. എങ്ങനെ ഇപ്പൊ വാഴയിലേക്ക് സെലക്റ്റഡ് ആയത്? ഇതിനു മുമ്പ് മൂവി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇല്ല, മൂവി ചെയ്തിട്ടില്ല. എനിക്ക് വിപിൻ സാർ, അതായത് പ്രൊഡ്യൂസർ കം റൈറ്റർ, എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ സാറിനെ മീറ്റ് ചെയ്തു. ലൈക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുകയായിരുന്നു. ഓക്കെ. അപ്പം അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു ശ്രുതി? ആരായിരുന്നു ശ്രുതി? ഞാനിപ്പോ BEd കഴിഞ്ഞ് നിൽക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നത് അല്ലെ? എന്നാലും ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ മെസ്സേജ് അയക്കത്തില്ലല്ലോ. ഓക്കെ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസ് എന്ന് റീൽസ് പറയുന്നത് ജസ്റ്റ് അങ്ങനെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം ബേബി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ ടെക്സ്റ്റ് വന്നപ്പോ നമുക്ക് പെട്ടെന്നല്ലേ ഒരു സംഭവം ശരിക്കും ഉള്ളതാണോ, ജെന്യുവിൻ ആണോ എന്നൊക്കെ തോന്നൂലേ? വിപിൻ സാറിന് എനിക്ക് അറിയായിരുന്നു. ലൈക് ജയ് ഹേ ചെയ്തിട്ട് ആ മൂവി ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ സാറിന് ഓൾറെഡി പ്രൊഫൈല് നോക്കി പറയായിരുന്നു. ഒന്നുകൂടെ വിചാരിച്ചേ എന്താ സംഭവം അങ്ങനെ. പക്ഷെ അങ്ങനെ പിന്നെ സാറ് കോണ്ടാക്ട് ചെയ്തു. ഒരു എറണാകുളത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ സാറിനെ മീറ്റ് ചെയ്തു. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി കമ്മിങ് ടു മീനാക്ഷി. ഇപ്പം ഇതിനകത്ത് 2 പേരും ഭയങ്കര മുടിയൊക്കെ നീട്ടി വളരെ ഗേർലി ആയിട്ടുള്ള 2 ഗേൾസ് ആണ്. പക്ഷെ കൂട്ടത്തിൽ ഇത്തിരി ടോം ബോയ് മീനാക്ഷി. പക്ഷെ ആ ടോം ബോയ് ആയതിന് പുറകിൽ ഒരു കണ്ണീർ കഥയുണ്ടെന്നാണ് മീനാക്ഷി എന്നോട് പറഞ്ഞത്. പറയൂ, കേക്കട്ടെ. ഞാൻ ഓഡിഷൻ വഴിയാണ് വാഴയിൽ വരുന്നത്. അപ്പോൾ ഈ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ ഇട്ടത് ഹീറോയിൻ കോൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സൈഡിൽ ഒരു ഫോട്ടോ, ഒരു കാരിക്കേച്ചർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന് പക്ഷെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ കിൽബില്ലെ പോസ്റ്ററാണ് ആ സംഭവം. അപ്പൊ ഞാൻ ഓഡിഷന് പോകുമ്പോൾ നാച്ചുറലി ഇവിടെ വരെ കട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് പറഞ്ഞു ഇതൊരു ടോംബോയിഷ് ക്യാരക്ടറാണ്, ആൺകുട്ടികളെ പോലൊക്കെ നടക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി, അപ്പോ ബോയ് കട്ട് അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എത്ര മുടി ഉണ്ടായിരുന്നു പറഞ്ഞത്? അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നു? അത്രയും മുടി ഉണ്ടായിരുന്നു. ആ മുടി വെട്ടുമ്പോ ഉള്ള ഒരു പടം ഞങ്ങൾക്കൊന്ന് തരണം. ഞാനൊരു റീൽ ഇറക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നൊരു സാധനം ഇറക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അതിന് എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടോന്ന് ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, ആ മുടിയുള്ള സമയത്ത് ഫോട്ടോ ഒന്ന് കാണിക്കാവോ? ഇത്രയും മുടി ഉണ്ടായിരുന്ന കുട്ടിയാണോ? ദൈവമേ, ഇതില് സാരിയൊക്കെ എടുത്ത് ഭയങ്കര ഒരു നാടൻ സുന്ദരി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ആളെ മാറിപ്പോയല്ലേ? അതെ അതെ. ഇതിപ്പോ വളർന്നതാ, തീരെ ഇല്ല. വളരെ. അപ്പൊ ഇത്രയും മുടി കെട്ടിയിട്ട് വീട്ടിൽ പോയപ്പോ എനിക്ക് അറിയേണ്ടത് അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ റിയാക്ഷൻ ആണ്. ആക്ച്വലി അമ്മൂമ്മ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂമ്മ മറ്റ സീനായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അമ്മൂമ്മ എടാ അടിപൊളിയായിട്ടുണ്ടോ, നല്ലൊരു ചെക്കനെ പോലെ ഉണ്ട് ആക്കിയതാണോ അമ്മക്ക്. പക്ഷെ
കുറച്ച് സീനായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു മൂവിക്ക് വേണ്ടിയല്ലേ, ഓക്കെ ആ. അങ്ങനെ പറഞ്ഞു. അതും നല്ല മുടിയുള്ള കുട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഇതേപോലെ ഒന്ന് ബോയ് കട്ട് അടിച്ചു എനിക്ക് നോക്കണം. ആക്ച്വലി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട്, മീനു ഹസ്ബൻഡ്. അപ്പൊ ഞങ്ങള് ഭാവിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിന് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കൊരു സിനിമയിൽ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു. അപ്പൊ ഇപ്പൊ സിയക്കായാലും ഇത്രയും ലോങ് ഹെയർ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം അല്ലേ? ഫസ്റ്റ് തിങ് വിപിൻ ചേട്ടൻ എനിക്ക് വിളിച്ചപ്പോ എന്നോട് ഫസ്റ്റ് ഫോം വിളിച്ചപ്പോ ചോദിച്ചത് മുടി കട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് വളരാൻ കുറച്ച് സമയം എടുക്കും, അപ്പൊ നമുക്ക് വേറെ വല്ലതുണ്ടോ എന്നാ ഞാൻ ചോദിച്ചു. അപ്പൊ തന്നെ അത്രേ ഉള്ളൂ. അത് പിന്നെ നേരെ മീനാക്ഷി ഏറ്റെടുത്തു. അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനായി. അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒന്ന് മുടി ഒന്ന് മുറിച്ചു നോക്കണം എന്നൊരു ആഗ്രഹം. എനിക്ക് അതാണ് അറിയേണ്ടത്. അതായത് ഭയങ്കര സുഖം. മുടി ഉള്ള ആളായിരുന്നു, ഇപ്പൊ മുടി വളരെ ഷോർട്ട് ഹെയർ ഉള്ള ആളാണ്. അപ്പം നമ്മുടെ ഗേൾസിന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്? കുളിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ഡ്രൈ ആവുന്നത്. ഞാൻ എന്റെ സ്റ്റൈലിംഗ് ടൂൾസ് ഇല്ലേ നമ്മുടെ ഹെയർ ഒക്കെ ചെയ്യുന്ന ഡ്രയർ ഒക്കെ എടുത്തിട്ട് തന്നെ കുറെ നാളായി. ഒന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി, ഒന്ന് ഇങ്ങോട്ട്. ഭയങ്കര സുഖ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖ. കെട്ടിയൊന്നും വെക്കണ്ട, ജട പിടിക്കില്ല. ഇതൊക്കെ അമ്മ കേൾക്കണം. അമ്മക്ക് ഇപ്പൊ ആക്ച്വലി യൂസ്ഡ് ആയിട്ടോ. അപ്പൊ എല്ലാവരും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആരും മോശമായില്ല. എന്റെ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അപ്പൊ വീട്ടിൽ നിന്ന് എന്തായിരുന്നു ആക്ച്വലി ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചത്? അത്ര സീനൊന്നും ആക്കിയില്ല അമ്മയ്ക്ക്. അല്ല, മീനാക്ഷി എക്സ്പെക്ട് ചെയ്യത്തില്ലേ ഇതുമായിട്ട് വീട്ടിൽ പോകുമ്പോ? അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങള് ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയി എന്നറിഞ്ഞ് ഇവരുടെ ടീം തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചതാ. മേക്ക് ഓവർ ഇവരുടെ വക തന്നെ ആയിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്റെ മോളുടെ മുടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി ഷോർട്ട് ഹെയറിൽ തന്നെ നിക്കാനാണോ? അല്ലല്ല, ഇതിപ്പോ ഇനിയൊരു വെട്ടിലില്ല. ഇല്ല, മതിയായി. ഇനി ഒരു ക്യാരക്ടർ വന്നാലോ? ഞാൻ വിട്ടു അമ്മ. ഓക്കെ, നൗ കമ്മിങ് ടു സിയ. എത്ര നല്ല കഥാപാത്രം വന്നാലും അപ്പൊ മുടി വെട്ടത്തില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ കേറണില്ലേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചെന്ന് മാത്രം. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഡിപ്പെൻസ് ആണ്. ഓക്കെ, ഈ ഒരു മുഖത്തേക്ക് ക്യാമറ ഒന്ന് ക്ലോസപ്പ് വെച്ചോളൂ. കാരണം കഴിഞ്ഞ ഒരു മാസമായി വൈറൽ സ്റ്റാർ. അതെ, നിങ്ങൾ മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി മതി, ഇതിലെങ്കിലും അതൊന്നും നിർത്തണം. പെൺകുട്ടി. ആരാണ് ആ പെൺകുട്ടി? എനിക്ക് തെറിവിളി കേൾപ്പിച്ചെന്ന് തരാണ്ട് അവൾക്ക് സമാധാനില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്റർവ്യൂവോ എങ്ങും നമ്മൾ കണ്ടേ ഇല്ല. ഐ തിങ്ക് യു വർ റിമൈനിങ് സൈലന്റ് ത്രൂ ഔട്ട് ദ ടൈം അല്ലേ? അത് എന്തു പറയാന്. അല്ലെ, എല്ലാവരും ആ ഒരു കട്ടെടുത്തിട്ട് നായികയേക്കാൾ സുന്ദരിയായ കൂട്ടുകാരി അനു ഇത് കേക്കണ്ടോ എന്തെങ്കിലും പറഞ്ഞു? അനശ്വര ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ അങ്ങനൊന്നും പോയിട്ടൊന്നുമില്ല. വിപിൻ ചേട്ടൻ അങ്ങനെ കളിയാക്കിയായിരുന്നു. എത്ര PR വർക്ക് എത്ര പറ. വിപിൻ ചേട്ടൻ കളിയാക്കിയായിരുന്നു. പിന്നെ ഹാരിസിക്കൊക്കെ അതുപോലെ നമ്മുടെ സിജു സാഫ് അവരൊക്കെ കളിയാക്കിയായിരുന്നു. ഇത് എസ്പെഷ്യലി ഇത് ഇപ്പോഴും എന്താ പറഞ്ഞത്? സിജു ഒക്കെ എടുത്ത അവരൊക്കെ നമ്മളിട്ട് ഊക്കി വിടുകയായിരുന്നു. സ്വാഭാവികം. അത് ഞാനും പ്രതീക്ഷിച്ച ഇതിപ്പോ വരും. ഇത് OTT ഇറങ്ങിയിട്ട് ഈ പരിപാടി ഇങ്ങനെ ആയപ്പോ തന്നെ എല്ലാരും സത്യം പറ PR വർക്ക്. എടാ, PR ചെയ്യാറൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ. പിന്നെ ഇങ്ങനെ പറയും. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ കളിയാക്കുക ചെയ്ത്. അതെനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. എന്തായാലും കളിയാക്കും എടീന്നുണ്ട്. അപ്പൊ ഈ സാധനം ഷൂട്ട് ചെയ്തപ്പോഴേ ഈ സാധനം ഷൂട്ട് ചെയ്ത പോലെ ഇത് എടുത്ത സമയത്ത് ആ സമയത്ത് ഫസ്റ്റ് തിങ് നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല. അതിനകത്ത് ഓൾറെഡി കുറച്ച് സ്ക്രീൻ പ്രസൻസ് പരിപാടിയേ ഉള്ളൂ ഗുരുവായൂരമ്പല നടയിൽ, മെയിനായിട്ട് അനുവിനെങ്കിലൊക്കെ. അപ്പോൾ സവിൻ ചേട്ടന് ഉള്ള സമയത്താണ് ഇത് എൻട്രിയുടെ പരിപാടി ചെയ്തത്. അപ്പോൾ സവിൻ ചേട്ടൻ AD വന്നിട്ട് ഈ സാധനം എന്തായാലും ക്ലിക്ക് ആവും എന്തോ. അവര് വന്നിട്ട് എന്നോട് കുറച്ച് പേര് സെറ്റിലുള്ള കുറച്ച് പേര് എസ്പെഷ്യലി സവിൻ ചേട്ടൻ പറഞ്ഞു, ഇത് നീ നോക്കിക്കോ, ഇത് ഇറങ്ങി കഴിയുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഇത് ഇറങ്ങി കഴിയുമ്പോ അത്ര കോൺഫിഡന്റ് ആയിട്ട് അവര് പറയാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് എനിക്കത് കട്ട് ചെയ്ത് പോകുന്ന പോലെ അറിയത്തില്ല. ഞാൻ വിചാരിച്ചാൽ കട്ടായി പോവായിരിക്കാം മേ ബി. അത് കട്ടായിട്ടില്ലെങ്കിൽ ഇത് രസം ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തമ്മിലേക്ക് കുറച്ച്
ശാലീനത തോന്നുന്നു. എനിക്ക് വയ്യ. അല്ല അങ്ങനെയാണല്ലോ പൊതുവെ. അത് അതിൽ തന്നെ ഉള്ളൂ, വേറെ ഒന്നിലും ഇല്ല, വാഴക്കകത്തൊന്നും ഇല്ല. നീണ്ട മുടിയുള്ള നീളൻ മൂക്കുള്ള ശാലീന സുന്ദരിയായ എന്റെ പൊന്നെ നിർത്ത, ഇനി അതൊന്ന് വിട്, നിങ്ങൾ അതുമ്മ പിടിക്കല്ല, എനിക്ക് അടുത്ത ട്രോൾ ഇപ്പൊ വരും. ട്രോളൊക്കെ വന്നിരുന്നു എല്ലാരും, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള കുട്ടി പറഞ്ഞിട്ടല്ലേ ട്രോളിങ് അതുപോലൊക്കെ തന്നെ. പക്ഷെ എൻ്റെ കമന്റ്സ് എനിക്ക് തുറക്കാൻ വയ്യ. എന്നെ ആട്ടി തുപ്പിക്കൊണ്ടിരിക്കുക, നീ ഏതാ, നീ ആരാ, മാറിക്കങ്ങോട്ട്. അല്ല സ്വാഭാവികം, അവർ പറയും, അതെനിക്ക് ഉറപ്പാ പറയും. ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇതേ ദൈവംകുട്ടി ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അല്ല അതിനകത്ത് വെറുതെ ഇങ്ങനെ നടക്കുന്നതിൽ പോലും ഞാൻ നല്ല കുട്ടി, നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. നന്നായി. ഓക്കെ, ഇനി സിയയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ഈശ്വര. അതായത് സിയയുടെ കൂടെ അതിനകത്ത് അഭിനയിച്ച 4 പേരെ പേര് ഞാൻ പറയാം. അവർക്ക് പറ്റിയ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ഈശ്വര. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ബേസിലേട്ടൻ. ചിരി കൊടുക്കാം. ശരി കൊടുക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ബേസിലേട്ടൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബേസിലേട്ടൻ സി എന്ന് പറഞ്ഞിട്ട് അത് ചിരിയാണ്. ബേസിലേട്ടൻ ചിരിച്ചോണ്ടാണ് സംസാരിക്കുക. ഇങ്ങനെ ഗൗരവം പിടിച്ചിട്ടൊന്നും ചിരി ഈ പരിപാടിയാണ് ഫുൾ ടൈം. ബേസിലേട്ടൻ ചിരിയാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ്. ശരി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് പൃഥ്വിരാജ്, രാജുവേട്ടൻ. അയ്യോ, അവിടേക്ക് ഒരു ഇൻട്രഷൻ ഉണ്ടായിട്ടില്ല. അല്ല നമ്മളങ്ങനെ അവിടേക്ക് ഇല്ല. അതിനെ പറ്റി ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഇല്ല, പൃഥ്വിനെ പറ്റി ഹാൻസം അത് അടിപൊളിയാണല്ലോ. ഓക്കെ, അടുത്തത് നിഖില വിമൽ. ചില സമയത്തൊക്കെ കോമഡി ഒക്കെ പറയും, അത് ഭയങ്കര രസമാണ് പറയണ കേക്ക്. അങ്ങനെയൊക്കെ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അടുത്തത് അനശ്വര. അനശ്വര ഒരു മലയാളം മൂവി ഉണ്ടല്ലോ, കുറുസുതി നോട്ടി. നോട്ടില്ല, ഒരു ക്രേസി. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും പുള്ളിക്കാരി, ചില സമയത്ത് കുറച്ച് സൈലന്റ് ആയിരിക്കും. ആണോ? പെട്ടെന്ന് ഇങ്ങനെ മൂഡ് മാറുന്ന കൈൻഡ് ഓഫ്? അതൊന്നും എനിക്കറിയത്തില്ല, അത്രയ്ക്കൊന്നും നമുക്കറിയത്തില്ല. അല്ല പുള്ളിക്കാരി കമ്പനിയാണ്, ഭയങ്കര ചിൽ മൂഡാണ്. അത് നമുക്ക് അങ്ങനെ നമ്മുടെ സോഷ്യൽ ബാറ്ററി കുറച്ചു നേരം കഴിയുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെയാണ്, നമ്മളിങ്ങനെ പോയിരിക്കും. അപ്പൊ അതെ, ഞാൻ 4 പേരെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വ്യക്തിനെ കുറച്ച് കൂടിയിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ജോമോൻ. ജോമോൻ എന്റെ അമ്മ, അത് നമ്മുടെ സ്വന്തമാണ്. ജോമോൻ നേരിട്ടിട്ട് കാണുമ്പോ കുറച്ച് സൈലന്റ് ആണ്, ഭയങ്കര സൈലന്റ് ആണ്, വളരെ സൈലന്റ് ആണ്. ജോമോൻ കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ആക്ടിങ്ങിന്റെ വല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ജോമോൻ വേറെ ലെവലായിട്ട് ചെയ്തിരും. കോമഡി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടും. എന്താ ഗുരു അമ്പലനടയിലാണോ നിന്റെ ആ സാധനമൊക്കെ അവർ കയ്യിൽ നിന്ന് ഇടുന്നതാണോ? അത് എനിക്ക് ജോമോന് എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഡബിന്റെ സമയത്തൊക്കെ. ആണല്ലേ? ലൈക് എക്സാമ്പിൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ജോമോന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. അതെ. അടുത്തത് നമ്മുടെ സിജു സണ്ണി. പ്രജണ്ട നായകനോ, പ്രചണ്ഡ താരം സിജു താരം, അത് അത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ സിജുവിന്റെ ഇന്റർവ്യൂല് പറയുന്നത്, സിജു മാനിഫെസ്റ്റ് ചെയ്തതാണോ ഈ പ്രചണ്ഡത? എന്താണ് ഈ സാധനം? സിജുവിന്റെ അടുത്ത്. അതെ, അത് നല്ലതാ. അത് അവനാണ് ഇങ്ങനത്തെ ഓരോ പേര്, ആരും കേൾക്കാത്ത ഓരോ പേരും കൊണ്ടുവരുന്നത്. എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? വേണ്ട, ഇല്ല. എന്റെ പൊന്നോ, അങ്ങനൊന്നും ഇല്ല ചേച്ചി. അങ്ങനെ അല്ല, അങ്ങനെ അതവിടെ പോയി. അങ്ങനെ ഇല്ലടാ, അങ്ങനെ ഇല്ല. സിജു അങ്ങനെ പേരിട്ടിട്ടില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, വാഴയിലോട്ട് വരും. നിങ്ങൾ ഗുരുവായൂരമ്പലം പിടിച്ചോണ്ടിരിക്കല്ലേ. ഇനി നമുക്ക് ഇവർ എന്തൊക്കെ കഥാപാത്രമാണ് വാഴയിൽ ചെയ്യുന്നതെന്ന് അറിയാം. ശ്രുതി അതിനകത്തൊരു വളരെ പഠിപ്പിയായിട്ടൊരു അടക്കോതുക്കമായിട്ടുള്ള വളരെ ദ മോസ്റ്റ് വാണ്ടഡ് ഗേൾ, ക്ലാസ് ടോപ്പർ അല്ലേ? ഡിസൈറബിൾ ഗേൾ. അങ്ങനെയാണെന്ന് തോന്നുന്നു ക്യാരക്ടർ. അല്ല, ചെയ്തപ്പോ എന്തായിരുന്നു? ഇതൊക്കെ തന്നെയായിരുന്നു സംഭവം? ഇതൊക്കെന്ന് വെച്ചാ ഞാനിപ്പോ ഈ പറഞ്ഞ ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നല്ല കുട്ടി ഉണ്ടാവില്ലേ, ഒരു ക്ലാസ്സിൽ ഒരു നല്ല കുട്ടി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ മീനു എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒരു ടോംബോയ്സ് ഒരു ക്യാരക്ടർ നെയിം മായ. അപ്പോ ഇങ്ങനെ ആൺകുട്ടികൾക്ക് പറ്റുന്നതെല്ലാം പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു തിങ്കിങ് ഉള്ള ഒരു കുട്ടിയാണ്. റിയൽ ലൈഫിൽ എങ്ങനെയാ? അങ്ങനെ എല്ലാവർക്കും അവർക്ക് തോന്നിയത് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ ക്യാരക്ടറിന്റെ പേര് റീത്ത എന്നാണ്.
പിന്നെ എന്നെ പറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാണ്ടിരിക്കും നല്ലത്. അത് നിങ്ങൾ പടം കാണാൻ മനസ്സിലാവും. പിന്നെ അത് ഞാനും ഈ തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു തേപ്പുകാരി അങ്ങനത്തെ എന്തെങ്കിലും റോളായിരിക്കും. നമുക്ക് എന്തായാലും സിനിമ കാണുമ്പോൾ അതെ 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 അറിയാം. മനസ്സിലാവും. അതെ. ഓക്കെ, മീനാക്ഷി ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഞാനെന്നല്ല, സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ഫിലിമാണ് ഗൗതം വസുദേവ് മേനോൻ ആൻഡ് മമ്മൂക്ക. ഇവരുടെ ഒരു കോമ്പിനേഷനിലാണ് അടുത്തതായി വർക്ക് ചെയ്യാൻ പോകുന്നത്. പറയൂ. Thank you. അതെന്താ പറയാ, ഞാൻ മറ്റേ കിളിപോയ അവസ്ഥയിലൊക്കെ ആയിരുന്നു. മമ്മൂട്ടി കമ്പനിന്ന് കോള് വന്നു, ഓഡിഷൻ ചെയ്തു, ഇന്നായി. എന്താ പറയാ, ഇവരെ രണ്ടുപേരെയും മീറ്റ് ചെയ്ത ആ ഒരു സമയം ഒന്ന് കേക്കട്ടെ. മമ്മൂക്കനെ ഞാൻ ഭയങ്കര ഫാൻ കാണാം. മമ്മൂക്ക ഫാൻ കാണുന്നത് എന്റെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് കാണുന്നത് മമ്മൂക്ക തൊമ്മനും മക്കളിലെ മൂവിയില് മറ്റേ ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ഇല്ലേ, ലാലങ്കിൾ മറ്റേ ആ മഴയൊക്കെ ഉള്ള, അത് ഞാൻ അന്ന് ഞാൻ എന്തോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. അന്നാണ് എന്റെ ഫസ്റ്റ് ഒരു സിനിമ ഷൂട്ടിംഗ് ഞാൻ കാണുന്ന ഒരു ഗ്ലാൻസ് ഇങ്ങനെ കിട്ടുന്ന, ഒരു സ്റ്റാറിനെ കാണുന്ന ഒരു സംഭവം കിട്ടുന്നത്. അന്നാണ് ഞാൻ തുടങ്ങിയത്. മമ്മൂക്കനെ കണ്ടിട്ടാണ് ശരിക്കും തുടങ്ങിയത്. അപ്പൊ ചെറുപ്പം തൊട്ടേ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും സിനിമ മമ്മൂക്ക എന്റെ കൂടെ അഭിനയിക്കണം, ഒന്ന് ചെറുത് വെറുതെ ഇങ്ങനെ പോയാലും മതിയെ, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോഴും മമ്മൂക്കയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പറ്റണേന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ലൈക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആസ് ഇൻ ഹൗ ഡു യു ഡു ഇറ്റ്? ലൈക് യു ഐ ഡു റൈറ്റ് ആക്ച്വലി. പക്ഷെ അതത്ര റിലീജിയസ് ആയിട്ട് ചെയ്യുമോന്നൊന്നും ചോദിച്ചാ എന്റെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നല്ലോണം ഉള്ളിലുണ്ടായിരുന്നു. അതെങ്ങനെയോ സംഭവിച്ചു ശരിക്കും. ആൻഡ് ഓൾസോ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഗൗതം വാസുദേവ് മേനോനാണ് ഡയറക്ഷൻ. എനിക്ക് എന്താ പറയാ, ഞാൻ ബ്ലെസ്ഡ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. അതെ അതെ. ഇപ്പൊ ഗൗതം സാറിനെ ആദ്യമായി കണ്ട മൊമെന്റ് ഞാൻ പൂജയിലാണ് എല്ലാരും ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ സാർ ഭയങ്കര ഡൗൺ ടു എർത്ത്. ഇപ്പൊ സാറിന് ഇത്ര വലിയൊരു സീനിയർ ഡയറക്ടർ ആണ്. നമ്മളെ വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കാം, നമ്മള് ജസ്റ്റ് ഒരു ബിഗിനർ. പക്ഷെ അല്ല, ഹി കംസ്. മീനാക്ഷി എന്റെ കൂടെ അഭിനയിക്കുന്ന വേറെ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരുടെയും ഫുൾ നെയിം പുള്ളിക്ക് അറിയാം. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ഭയങ്കര എന്താ പറയാ, പുള്ളിക്ക് അത് അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹീസ് വെരി ലൈക്ക് പെർഫെക്റ്റ് ആൻഡ് ഡൗൺ ടു എർത്ത് ആണ്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ ഹെൽ ബി ദെയർ. അതുകൊണ്ട് ഞാൻ മമ്മൂക്കയുടെ ജീവിതത്തിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, ഡ്രീം ലൈഫ്. ഈ മമ്മൂക്കാനെ ആദ്യമായിട്ട് കണ്ടപ്പോ പേടി അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ടെൻഷനൊക്കെ? പേടിയല്ല, പുള്ളിയുടെ ഒരു ഓറ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ആരെയും കണ്ടാലും കിട്ടില്ല. ഞാൻ നോക്കി നിന്നു, വേറെ ഒന്നും അത് തിങ്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. നമ്മളിങ്ങനെ മമ്മൂക്കനെ മാത്രം, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും. അടിപൊളി. മമ്മൂക്കയുടെ കാർ ഒരു ദിവസം മമ്മൂക്കയുടെ കാറിന്റെയും ഫാനാണ് ഭയങ്കരമായിട്ട്. ഓരോ ദിവസം ഓരോന്ന്. ഇപ്പൊ ഞാൻ അതന്നെ കൊറേ ഉണ്ടല്ലോ. ഓരോ ദിവസം ഓരോ കാറിലാണ് സെറ്റിൽ വരുന്നത്. ഓൾമോസ്റ്റ്. അദ്ദേഹം സെറ്റിൽ വരുമ്പോ എങ്ങനെയാണ്? അതായത് ഞങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കാൻ ഇരിക്കാൻ നേരം മമ്മൂക്കാൻ ഇന്റർവ്യൂ ആണെങ്കിൽ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ബിക്കോസ് ദ ഹോൾ പാർട്ടി ലൈക്ക് മമ്മൂക്ക വരുന്നുണ്ട്. അതെ അതെ, ആ ഒരു ഫീലാണ്. അപ്പൊ നമ്മൾ മമ്മൂക്കനെ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ആ ഒരു ഫീൽ എനിക്കിപ്പോ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അല്ലേ? ഓക്കെ, അടിപൊളി. ഇനി എന്തായാലും നമുക്ക് ഇവരെ ചെറിയൊരു ഗെയിം സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാം. Let me get the properties. അപ്പൊ നമ്മൾ ഇനി ചെറിയൊരു IQ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു വിജ്ഞാന കോശം റൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്താ? അല്ല, അപ്പൊ അത് ആർക്കില്ല പറഞ്ഞു. കഴിക്കാം. യു നോ വാട്ട് ടു ഡു. തെറ്റുത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യണം? മുളക് കഴിക്കും, ഐസ്ക്രീം കഴിക്കും. അല്ല, ശരി ഉത്തരം പറഞ്ഞാൽ ഐസ്ക്രീം, തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ഒരു കഴിക്കണം. സ്പൈസ് ഇറ്റ് അപ്പ്. ആദ്യം അവിടുന്ന് ആൻസർ ചെയ്യുന്നു. അങ്ങനെ ആക്കാം. അങ്ങനെ വേണ്ട, നമുക്ക് അല്ലാതെ പോവാം. അല്ല, അവിടുന്ന് തുടങ്ങാം. ഇങ്ങനെ പറയരുത്. ഇങ്കി പിങ്കി പോങ്കി പതൊക്കെ ഇങ്കി പിങ്കി പോങ്കി. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ. അത് മറ്റേ കുസൃതി ചോദ്യമാണോ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണോ? കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ. ഞാൻ മുളക് കഴിക്കണം. ഏതാ വേണ്ട? മുളക് ഏത് മുളകാണെങ്കിലും ഒരു മുളക് അറിയില്ല. മുളകാണോ കഴിക്കണ്ടേ? ആ, ഓക്കെ.
ഓക്കെ അത്ര മതിയോ? അത് കയ്യിൽ വെച്ചോ. ഓക്കെ, ഇതിന്റെ ആൻസർ എനിക്കറിയാം. ആ പറയൂ. ഈശ്വര തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല നീൽ ആംസ്ട്രോങ്. ആംസ്ട്രോങ്. അയ്യോ എനിക്കറിയായിരുന്നു. യെസ്. അപ്പൊ എനിക്ക് ഐസ്ക്രീം കഴിക്കാം. ഒരു ഐസ്ക്രീം ഒരു സ്കൂപ്പ് കഴിക്കാം. എന്ത് ചെയ്യാ? ഞാൻ ഒരുമിച്ച് ആൻസർ പറഞ്ഞു. ആക്ച്വലി എനിക്ക് അറിയായിരുന്നു, എല്ലാരും ശ്രദ്ധിക്കണം, എനിക്ക് അറിയായിരുന്നു. ആ, അത് ആലോചിച്ചിട്ട് ഞാൻ conscious പറയണം. ആയിപ്പോയി. ആ, സാരമില്ല. okay, fine. അല്ല, ഒരു സ്കൂപ്പ് ഉള്ളൂ ഐസ്ക്രീം. ഒരു ശരി ഉത്തരത്തിന് ഒരു ഇതേ ഉള്ളൂ. ഇത് മതി. ഇനി അടുത്തത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അല്ല ഞാനിപ്പോ നീൽ ആംസ്ട്രോങ് അതെ, പറഞ്ഞല്ലോ. എന്നാലും ഇവിടെ തന്നെ ചോദിച്ചു. ദാറ്റ്സ് ഹെർ ആൻസർ അല്ലേ? അപ്പം സോറി, ഞാൻ ഒരുമിച്ച് പറഞ്ഞു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യൂ. അവിടെ ക്യാമറ ഇവിടെ ഇവിടെ നിങ്ങൾ എന്താണ് അമേരിക്കയിലെ US. US കറക്റ്റ്. ഇവിടെ അമേരിക്കയോ? ഇവിടെ ഇവിടെ ബോധം ഉണ്ടോ? കാണുന്ന പോലൊന്നും അല്ല. എനിക്ക് ഷുഗർ കൂടും. എനിക്ക് വല്ല ചളി ക്വസ്റ്റ്യൻസ് എങ്ങനെ തരും? ഞാൻ 2 GK ആൻസർ പറഞ്ഞു. ഞാൻ പുതിയ റൂള് വെക്കാൻ പോവാണ്. അതായത് നിങ്ങളുടെ ഉത്തരത്തിൽ നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാലാണ് നിങ്ങൾ ഐസ്ക്രീം കഴിക്കേണ്ടുള്ളൂ. ഓക്കെ, ഐസ്ക്രീം എന്തായാലും കഴിക്കും. ഇനി പറഞ്ഞു. എനിക്ക് സിയയുടെ മുഖത്തേക്കും പാവം തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ചോദിക്കാം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര്? വെരി ഈസി ക്വസ്റ്റ്യൻ. മോദിയാണോ? എനിക്കറിയില്ലായിരുന്നു. ഇല്ല, ഈ പേര് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അല്ല, മീനാക്ഷി പറഞ്ഞ ഏതാണ്? ദ്രൗപദി മുർമു. എനിക്കറിയാം. ദ്രൗപദി മുർമു ആണ് നമ്മുടെ കഴിച്ചു. ഇപ്പോഴത്തെ കൺഗ്രാറ്റുലേഷൻസ്. ലോകം ഞാൻ പ്രൈം മിനിസ്റ്റർ. ഇറ്റ്സ് ഓക്കെ. അപ്പം ഇനി ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ, ചളി ക്വസ്റ്റ്യൻ ചോദിക്കാം. വലിക്കും തോറും ചെറുതാകുന്നത് എന്ത്? സിഗരറ്റ് ആണ്. കറക്റ്റ് ആൻസർ. മോളെ ഈ റൗണ്ട് ഇവർ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇങ്ങനത്തെ വല്ലതും കൊണ്ടുവരും. നിങ്ങൾ ഇങ്ങനെ എടുക്കട്ടെ. ഇല്ല, അത് ഓക്കെ ആയിരുന്നു. ഒറ്റ ടേക്കിൽ ഓക്കെ ആയി എന്നല്ലേ? അതെ, കൊള്ളാല്ലേ? അടുത്തത്, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തെറ്റാ. പാസ്. ഇത് ഞാൻ ശരിക്കും വായിക്കും. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു. വൈ? ചേച്ചി ഇറങ്ങി ഓടാനുള്ള വാതിൽ തുറന്നിടൂ. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു. വൈ? പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ക്ലൂ തായോ? ക്ലൂ. നമ്മളെല്ലാവരും നേരിട്ടുള്ള ഒരു കാര്യമാണിത്. ശശി പുറത്തേക്ക് നോക്കിയിരുന്നു. വായ നോക്കിയിരുന്നു. വായ നോക്കലല്ല. പാസ്. പാസ്. ടീച്ചർ പറഞ്ഞു പുറത്തുനിന്നുള്ള ചോദ്യം വരും. അത് അടുത്തത്, തിന്നാൻ പറ്റുന്ന ലൈറ്റ്. തിന്നാൻ പറ്റുന്ന അല്ല, കഴിച്ചില്ലല്ലോ. സിയാൻ എക്സ് പറഞ്ഞപ്പോ ഞാനത് അങ്ങനെ അനുസരിച്ചു. മീനാക്ഷിയാണ് കഴിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര വലിയ കടിയായി പോയത്. ഇച്ചിരി ആത്മാർത്ഥമായിട്ട് കടിച്ചത് സിയ മാത്രമേ ഉള്ളൂ. പാവം പിള്ളേരെ ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് മുളക് തീറ്റിച്ചെന്ന് പറയരുത് നിങ്ങള്. എന്തായിരുന്നു? എടാ, തിന്നാൻ പറ്റുന്ന ലൈറ്റ്. ബിസ്ക്കറ്റ് ഇല്ലേ? ഞാനും അത് ആ ഒരു ഉത്തരം ആ ഉത്തരം പരിഗണിക്കാവുന്നതാണ്. അല്ല, സിയയോടല്ലേ ചോദിച്ചത്? അതെ, ഇത് എന്നോട്. പക്ഷെ അവള് പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾ കഴിക്കും. ഇതിനകത്ത് ബുക്ക് മൊത്തം അലമ്പാണ്. ഇവിടെ അവിടെ ഉത്തരം പറയും. ഇവിടെ ഞാൻ ഇനി ക്ലിയർ ആയിട്ട് ലോ പറയാം. അതെ അതെ അതെ, ഉത്തരം പറയും. ഐസ്ക്രീമിലോട്ടാണ് ഈ ചോദ്യം ഡിസ്ക്വാളിഫൈഡ് ആക്കിയിരിക്കുന്നു. സിയോട് ചോദിച്ച ചോദ്യത്തിൽ സിയ ഉത്തരം പറഞ്ഞാൽ സിയക്ക് ഐസ്ക്രീം കിട്ടത്തുള്ളൂ. അടുത്തത്, ഞാൻ ഒരു ചോദ്യം തരാം. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. അത് ഓരോ സ്ഥലത്ത് വരുമ്പോ അതിന് ഓരോ പേരുകളാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബോഡി. സ്ഥാനം മാറുമ്പോൾ തരല്ലെന്ന്. പാവം, ഒരു തവണ ഐസ്ക്രീം കഴിക്കും. നിങ്ങൾക്ക് സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു.
ക്യാമറമാൻമാർ ഇവരെ വളയ്ക്കാനായിട്ട് അവിടെ ഇരുന്നോണ്ട് ക്ലൂ കാണിച്ച് കൊടുക്കരുത്. ഇതാ പറയാനുള്ളത്. ഹെയറോ? കറക്റ്റ് ആൻസർ. ഈ ഈ റൗണ്ട് എടുക്കണമെങ്കിൽ ഈ ക്യാമറാമാൻമാരെ പുറത്തേക്ക് ഇറക്കണം. കാരണം ഈ സുന്ദരിയായ കുട്ടിയുടെ ഇവര് ഉത്തരം പറഞ്ഞുകൊടുത്ത് ഏത് കുട്ടീനെ വളയ്ക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പുരികം, കൺപീലി, മുടി, അങ്ങനെയൊക്കെ. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ബാക്ക് ടു GK. കുസൃതി ചോദ്യം കിട്ടിയായിരുന്നോ? പറഞ്ഞതായിരുന്നു. ഓക്കെ, അടുത്തത് വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ പിങ്ക് സിറ്റി? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. പിങ്ക് സിറ്റി പാസ് എന്നോ? ഞാൻ ഐസ്ക്രീം ഐസ്ക്രീം കിട്ടത്തില്ലല്ലോ. ജയ്പൂർ. ഇതെന്താ ഞാൻ പറയാൻ വരുമായിരുന്നു. ജയ്പൂർ. മുളക് കഴിച്ചു. ജിക്ക് മതി കേട്ടോ. ആലോചിക്കാനുള്ള സമയം തന്നില്ലല്ലോ. ഇനി ഉത്തരം പറയുന്നത് ഞാൻ വിചാരിച്ചു ശ്രുതി പിന്നെ പറയാം. ഞാൻ മുളക് കഴിച്ചോളാം. ഞാനല്ലേ മുളക് ഇത് ഷെയർ ചെയ്യേണ്ടതാട്ടോ മുളക്. അതെ, കാരണം ചാടിക്ക് ഉത്തരം പറയാൻ പാടില്ല. അല്ല അത് പറഞ്ഞിട്ടില്ല. പറയാത്ത റൂള് നമ്മളൊന്നും അംഗീകരിക്കുന്നതല്ല. ഓക്കെ. കഴിച്ചില്ലേ? മുളക് കഴിച്ചില്ലേ? വക്കീലിന്റെ ബുദ്ധിയൊക്കെ വരുന്നുണ്ട്. അമ്മ ഇപ്പൊ തരാം. Which is the highest mountain in the world? ഉയരം കൂടിയ കൊടുമുടി. മറ്റേ എവറസ്റ്റ് അല്ലേ? അയ്യോ, ഇത് എനിക്കറിയായിരുന്നു. അടുത്ത ചോദ്യം. ഇനി രണ്ടുപേരും മിണ്ടാൻ പാടില്ല കേട്ടോ. Who is known as the father of Indian Constitution? അംബേദ്കർ. വെരി ഗുഡ്. ഐസ്ക്രീം കഴിച്ചോളൂ. നമ്മുടെ മീനാക്ഷി എന്ന് പേരുള്ള മനുഷ്യന്മാർ പക്ഷെ ഇച്ചിരി വിവരമുള്ളവരാണ്. ബീങ് എ മീനാക്ഷി, ഐ നോ ഇറ്റ്സ്. ഓക്കെ, അടുത്തത് ഹൂ ഇൻവെന്റഡ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? പാസ് ചെയ്തോ? ഞാൻ പറയാം. എനിക്കറിയില്ല. മുളക് കഴിച്ചോളൂ. നിങ്ങൾ ഉത്തരം അപ്പൊ വേണ്ട, നീ പറഞ്ഞു. ചാൾസ് ബബേജ് ആണ് ആൻസർ. ഇനി അടുത്തത് ഹൂ ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇത് ഇങ്ങോട്ട് വരൂ. നീ കഴിച്ചോണ്ടേ ഇരിക്കും. അറിയാലോ പേര് പറഞ്ഞു. ഫസ്റ്റ് പ്രസിഡന്റ് അല്ലേ? നിർത്തിയിട്ട് പുതിയ പരിപാടിയിലൊക്കെ കേറിയാലോ അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മുളക് കയ്യിലില്ലേ? കഴിച്ചു. ഓക്കെ, ഇനി അടുത്തത് കമ്മിങ് ടു മൈ മീനു. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. ബലൂൺ നനയൂല്ലേടാ വെള്ളത്തിൽ വീണാൽ. ഇത് കുസൃതിയാണോ? ആണല്ലേ? കുസൃതി ചോദ്യമാണ്. എനിക്ക് അറിയത്തില്ല. മുളക് കഴിച്ചു. നിഴൽ. നിഴൽ. പക്ഷെ മറ്റുള്ളവർക്ക് അവസരം നല്ല ഇരുണ്ട് കേട്ടോ. അത് ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടച്ചിങ്സ് മാതിരി. കുറച്ച് വെള്ളം കൂടെ അവിടെ വയ്ക്കണം. ഇതുവരെ ഇരിയുന്നില്ല. ഇനി എന്താവും എനിക്കറിയില്ല. നീ കഴിച്ചേക്കുന്നതും ഞാൻ കഴിച്ചേക്കുന്നതും വളരെ ആത്മാർത്ഥമായി കഴിക്കുന്നുണ്ടോ മുളക്? ബുദ്ധിപരമായി നമ്മൾ കഴിക്കണം. എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ സിയമോളോടാണ്. അയ്യോ, ഇത് എന്നോടാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? പാനീയം മറ്റേ നാളികേരം. കറക്റ്റ് ആൻസർ. എടാ കഴിക്കണ ഒരു വലിയ സ്കൂപ്പ് ഉണ്ട്. താങ്ക് യു. ഇങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നോട് തിന്നുന്നതിന് പറ്റിയിട്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചല്ലോ അത് ഞാൻ കഴിക്കാറില്ല. വച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ്? അങ്ങനെ ഒരു ജോലി ഇല്ല. വച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലി. തെങ്ങായിട്ടാണോ? തെങ്ങ് കയറ്റം ഇസ് എ കറക്റ്റ് ആൻസർ. ഓൾസോ ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഹാവ് യുവർ ഐസ്ക്രീം പ്ലീസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിഞ്ഞ് ജനിക്കുന്നതുമായ സാധനം ഏതാണ്? എത്ര ആദ്യം ക്വസ്റ്റ്യൻ പഠിക്കേണ്ടി വരും, പിന്നെ ആൻസറിലേക്ക്. അല്ല, അത് ഇതൊരു വൃത്തിയുടെ ക്വസ്റ്റ്യൻ ആട്ടോ. അത് വേണ്ട, നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ. ആ ക്വസ്റ്റ്യൻ വേണ്ട. എന്ത് ക്വസ്റ്റ്യൻ ആണിത്? എന്താണിത്? എന്താ അതിന്റെ ആൻസർ? എന്താണ്? പുല്ല്. നന്നായി. അടുത്ത ക്വസ്റ്റ്യൻ. പുല്ല്. അല്ല, അപ്പൊ വേണമെങ്കിൽ ശരിക്കും ഞാൻ മുളക് തിന്നുന്നതാണ്. അങ്ങോട്ട് പറയണം എന്ന് എടുത്തോളൂ.
എനിക്ക് അങ്ങനെയല്ല, നമ്മളൊരു റൂള് വന്നാൽ വെരി ഗുഡ് വെരി ഗുഡ്. ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആത്മാർത്ഥതയുള്ള കഴിയായിരുന്നു. അത് ഓക്കെ, ഏറ്റവും കൂടുതൽ എന്റെ അടുത്തല്ല സിയ. അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം. റഷ്യ. നോ. റഷ്യയിലാണ്. അർജന്റീന. മുളക് കഴിച്ചതാ. അല്ല അർജന്റീന. ഞാൻ പറഞ്ഞു. ആദ്യം ഉത്തരം ഞാൻ പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ല. അല്ല റഷ്യൻ വരുമല്ലോ ആക്ച്വലി. റഷ്യയിലാണ്. ആനന്ദ് ഉണ്ടാക്കി കൊടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആനന്ദ് നമ്മളുടെ ആനന്ദ് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഞാൻ വേറെ എവിടെ കേട്ടിട്ടുണ്ട്. അർജന്റീനയാണ് ആൻസർ. ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഐസും കഴിക്കാം. പെട്ടെന്ന് തന്നെ മാറ്റി പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ഇത് കൊടുക്കാം. കഴിഞ്ഞല്ലോ അല്ലേ? ലാസ്റ്റ് വൺ. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആകാത്തത് എന്തുകൊണ്ട്? കണക്കായതുകൊണ്ട്. നോ. അവിടെ എനിക്കുള്ളത് അവിടെ കഴിച്ചിട്ടുണ്ട്. അതെ, അത് മീനാക്ഷി തന്നെ കഴിച്ചു. എമർജൻസി. അല്ല, ഐ വാണ്ട് ഐസ്ക്രീം. ഇല്ല ഐസ്ക്രീം ഞങ്ങൾക്ക് മാത്രം. നിങ്ങൾക്ക് ഞാൻ മീനാക്ഷി അങ്ങനെ പറയരുത്. മീനാക്ഷി ഒന്നില്ലെങ്കിൽ നിന്റെ പേരുള്ളതല്ലേ? സെയിം നെയിം. സിയനെ സമ്മതിക്കണോട്ടാ. സ്പൈസി ഗേൾ. ഭാവിയിൽ സ്പൈസി ആയ റോൾസ് കുറച്ചോ. കണക്ക് പുസ്തകത്തില് എന്തുകൊണ്ടാണ് ഒരിക്കലും ഹാപ്പി ആകാത്തത്? എനിക്കറിയത്തില്ല. പാസ്. നിറയെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്. ശരി. എനിക്ക് വെള്ളം ഐസ്ക്രീം എന്തെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ ഒത്തിരി ഇത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കഴിക്കില്ല. എന്റെ പൊന്നു നോക്കിക്ക്. അല്ലല്ല, അത് നമ്മൾ അത്രയും വലിയൊരു ബൈറ്റ് എടുക്കുക. അത് ചെറിയ മുളകായിരുന്നു, അതാണ് ഞാൻ അത്ര വലിയ ബൈറ്റ് എടുത്തില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു റൗണ്ട്? നന്നായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് ആരാ? ഐ തിങ്ക് ഇറ്റ്സ് മീനാക്ഷി. താങ്ക് യു ഗൈസ്. മീനാക്ഷി ഒരു 3 സ്പൂൺ ഐസ്ക്രീം കൂടെ കഴിച്ചു. അതാണ് നമ്മള്. ഞാൻ കഴിക്കാം. പിന്നെ ആ മുളക് വീട്ടിലും കൊണ്ടുപോയിക്കോ. അതെ, ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഞാൻ വിന്നോ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് എപ്പിസോഡ്. എന്തായാലും ഗേൾസ്, ഐ ഹോപ്പ് യു ഹാഡ് ഫൺ. ഇനി എന്താണ് എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടോ? മീനാക്ഷിയുടെ ഇപ്പൊ പറഞ്ഞു. യു ഗൈസ്? സംസാരിച്ചിങ്ങനെ ആയിട്ടില്ല. ഇദ്ദേഹം കൊറേ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. അതെ. അങ്ങനത്തെ ഡിഗ്രി അങ്ങനെയില്ല. പഠിപ്പിസ്റ്റ് ഇല്ല ആക്ച്വലി. പടത്തിലൊക്കെ പഠിപ്പിച്ചാന്ന് തോന്നുന്നു. ഇല്ല. ശ്രുതിനെ ആക്ച്വലി ഡബിന് വിളിച്ചപ്പോ എക്സാം ആന്ന് പറഞ്ഞ്. എനിക്ക് എക്സാം ഡെഡിക്കേഷൻ. നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ലൈക്ക് ഒറ്റ ടേക്കില് സീൻ ഓക്കെ ആക്കുന്ന ആരാണ്? അങ്ങനെയില്ല. ഞങ്ങൾ 3 പേരും തമ്മിൽ ആക്ച്വലി കോമ്പിനേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും വൈബ് വന്നത് ശ്രുതിനെ ഞാൻ ആക്ച്വലി പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മീറ്റ്. ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ സെറ്റിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കാരമലിൽ ഞങ്ങള് സ്റ്റേയും എല്ലാം അങ്ങനൊക്കെ ഒരുമിച്ചായിരുന്നു. ആ ഒരു മുളക് കഴിച്ചിട്ട് വയറ് കിടന്നൊരു പ്രശ്നമുണ്ടല്ലേ? ചെറുതായിട്ടൊരു നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി എമർജൻസി ആ നിലവിളി ശബ്ദം. അതെ, നമുക്ക് ഇനി ഇത് കഴിക്കണം, വെള്ളം കുടിക്കണം, എന്തൊക്കെ പരിപാടി പണിയുള്ളത്. അപ്പൊ ഞങ്ങൾ എന്തായാലും വേറെ എപ്പിസോഡിൽ കാണാം.